ഞാൻ ഇന്നൊരു പിച്ചക്കാരൻ ലുക്കിൽ ഫെറാറി ഷോറൂമിൽ പോവാണ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദേ വിൽ ലെറ്റ് മീ ഇൻ ഓർ നോട്ട്. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫെറാറിക്ക് ഒരു പോളിസി ഉണ്ട്, ബി കൈൻഡ് ടു എവ്രിവൺ. ഫെറാറിന്റെ കൂടെ നമ്മൾ വേറെയും ബ്രാൻഡ്സിന്റെ യുണീക് പോളിസീസ് ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് KFC. നമ്മളിപ്പോ KFCന്റെ മുന്നിൽ വന്നിട്ടുള്ളത് ഇവരെ യുണീക് പോളിസി എന്താ വെച്ചാൽ നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് അത് 7 മിനിറ്റിനുള്ളിലേക്ക് തരാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. എന്തായാലും നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഏറ്റവും തിരക്കുള്ള ബാംഗ്ലൂരു മാളിലെ KFC സ്റ്റോറിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓർഡർ ചെയ്ത് നോക്കാം. 7 മിനിറ്റിൽ നമ്മൾ ഓർഡർ ഇവർ തരുമെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഞാൻ ഓർഡർ ചെയ്യാൻ തന്നെ ഒരു 17 മിനിറ്റ് എടുത്ത്. ഈ കുന്ത്രാണ്ട് ശരിയില്ല ഗൈസ്, വെറുതെ ഓരോ ഓപ്ഷൻസ് ഇങ്ങ് വരികയാണ്. എന്തായാലും നമ്മൾ ഒരു സിംഗിൾ ബർഗർ ആണ് ഓർഡർ ചെയ്തത് ഈ ഒരു പോളിസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ഒരു ബർഗർ ഓർഡർ ചെയ്ത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് ടോട്ടൽ 250-300 ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7 മിനിറ്റിനുള്ളിൽ ആവില്ലാന്നാണ് എൻ്റെ പ്രതീക്ഷ, കാരണം കുറേ ഓർഡർ ഉണ്ട്. 7 മിനിറ്റ് ആയില്ലെങ്കിൽ പണി വേണം കേട്ടോ, പണി പാളി ഗൈസ്. നമ്മൾ 7 മിനിറ്റ് ആദ്യം നോക്കിയിരിക്കുമ്പോൾ ഇത്ര തിരക്കും കുറെ ഓർഡേഴ്സ് ഉണ്ടായിട്ടും ഒരു 3 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ അവർ റെഡിയാക്കി ഗൈസ്. പക്ഷെ എന്നാലും ഈ ഒരു പോളിസി അത് ഉള്ളതാണോ അല്ലെങ്കിൽ വെറുതെ ആണോ എന്ന് ഇന്ന് എനിക്കറിയണം. അതുകൊണ്ട് ഞാൻ നേരിട്ട് അവരോട് തന്നെ ചോദിച്ചു. I heard that if the order takes 7 minutes, then it will be free. Is it true, the policy? Yes, so if it goes 7 minutes, this would have been free. No, if you want the 7 meals, as for his 7 meals rules, we are giving the 1 pieces of free chicken non-veg. Okay, thank you. Go fast. നമ്മൾ ഓർഡർ ചെയ്ത 3 മിനിറ്റ് ആയിട്ടുള്ളൂ സാധനം വന്ന്. നമുക്ക് 7 മിനിറ്റിൻ്റെ സാധനം ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, സംഭവമില്ല കേട്ടോ. 7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തതെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു മീൽ മൊത്തമില്ല, ഒരു പീസ് ചെയ്തു ചിക്കൻ്റെ ഉള്ളൂ. നമ്മളിത് തരൂലാന്ന് ഉറപ്പാണ്, അത്ര സ്പീഡിലുള്ള തന്നെയാണ്. ഞാൻ തൽക്കാലം നമുക്ക് ഈ ബർഗർ അടിക്കാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ബ്രാൻഡിൻ്റെ പോളിസി ടെസ്റ്റ് ചെയ്യാൻ പോകാം. നമ്മൾ അടുത്തതായിട്ട് PVRൽ വന്നിട്ടുള്ള ഇവിടുത്തെ പോളിസി എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അൺലിമിറ്റഡ് പോപ്കോൺ റീഫിലാണ്. അത് ഇവിടെ കിട്ടുമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആദ്യം ഒരു പോപ്കോൺ വാങ്ങാം, പടത്തിന് കയറാം, ഇടക്കിടക്കൊന്ന് റീഫിൽ ചെയ്യാൻ നോക്കാം. ഈ ഒരു പോപ്കോൺ പോളിസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പൈസ മുടക്കാനും എനിക്ക് മടിയില്ല. അതുകൊണ്ട് തന്നെ 2000 രൂപയ്ക്ക് PVR ടിക്കറ്റും 500 റുപ്യൻ്റെ ഒരു പോപ്കോണും നമ്മൾ വാങ്ങി. സോ ഗൈസ്, നമ്മളെ ആദ്യത്തെ പോപ്കോൺ കിട്ടി. ഇനി ഇതെടുത്ത് കയറി ഇത് തിന്നിർത്തിട്ട് വേണം നമുക്ക് അടുത്തതിന് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ പടം തുടങ്ങി, നമുക്ക് ഈ വേഗം പടത്തിൽ കയറാം. ഐ ആം ഹിയർ വിത്ത് മൈ പോപ്കോൺ. നല്ല ടേസ്റ്റാണ് കേട്ടോ സാധനം, സൂപ്പർ. ഇനി എന്തായാലും ഒന്നും കൂടെ കിട്ടിയാൽ മതി സാധനം. നല്ല ടേസ്റ്റിലുണ്ട് തന്നെ. ഞാനും പിള്ളേരെല്ലാം നല്ല പോളിങ് വേനും. പടം തുടങ്ങി ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല, അപ്പോഴത്തേക്കും നമ്മളെ പോപ്കോൺ കാലിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പോപ്കോൺ. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് തിന്ന് നിർത്തിന് നമുക്ക് പോയിട്ട് ഇതിൻ്റെ റീഫിൽ കിട്ടാതെ വയ്ക്കാം. തരുമോ ഇല്ലെങ്കിൽ ആട്ടോ എന്നല്ല പോയി വെക്കാം. Oh, we heard that Friday, Saturday, Sunday there will be unlimited refills for popcorn. It will be not there in gold, it will be there in beige. എങ്ങനെ ഇരിക്കുന്നു? അൺലിമിറ്റഡ് പോപ്കോൺ റീഫിൽ കിട്ടാൻ വേണ്ടി 2000 രൂപയ്ക്ക് PVR ടിക്കറ്റും എടുത്ത് ഒന്നും കിട്ടാണ്ട് അണ്ടി പോയി അണ്ണാനെ പോലെ നിൽക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഐസ് ഓംഫി സംഭവം ഉള്ളതാണ്. പോപ്കോൺ അൺലിമിറ്റഡ് റീഫിലും കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഗോൾഡിൽ കിട്ടൂല, നോർമൽ സാധനത്തിലേ കിട്ടുള്ളൂ. നമ്മളാണെങ്കിൽ എടുത്തത് ഗോൾഡും. അത് നമ്മളെടുത്ത് മറ്റൊരു മിസ്റ്റേക്കാണ്, അറിഞ്ഞുകൊണ്ട് എടുത്തൊന്നുമല്ല. നമ്മളിവിടെ എത്തിയ ടൈമിൽ പെട്ടെന്നൊരു ഷോ ഉണ്ടായി, അതിന് കയറിയതാ. സോ ഈ ഒരു പോളിസി PVRനുണ്ട്. അപ്പം എനിക്കിത് കിട്ടണമെങ്കിൽ ഉറപ്പിക്കുക നിങ്ങൾ സാധാരണ നോർമൽ തിയേറ്ററിലാണ് കയറുന്നതിന്. സോ ദ പോളിസി ഇസ് ട്രൂ. പക്ഷേ എന്താ പറയാനാ, നമ്മളെ പൈസ പോയി. Now let's go to the next brand and see if their policy is true or false. This video is not looking good. നമ്മൾ ടെസ്റ്റ് ചെയ്ത 2 പോളിസീസും ട്രൂ ആയിരുന്നെങ്കിലും നമുക്കതൊന്നും യൂസ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ ഇനിയുള്ള എൻ്റെ മൊത്തം പ്രതീക്ഷയും ഫെറാറിയിലാണ്. ബട്ട് ഫെറാറിയുടെ ഷോറൂമിൽ പിച്ചക്കാരനായി പോയി അവരെ പോളിസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ബ്രാൻഡിന്റെ യുണീക് പോളിസി കൂടെ ടെസ്റ്റ് ചെയ്യാനുണ്ട്, നമ്മുടെ സ്വന്തം സ്റ്റാർബക്സ്. ഇവരെ യുണീക് പോളിസി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർബക്സ് കയറിയിട്ട് ഒരു കോഫി വാങ്ങിക്കൊടിച്ച് ഭയങ്കര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ലെങ്കിൽ ഒരുവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ട് റീമേക്ക് ചെയ്ത് റീഫിൽ ചെയ്ത് തരും. ഇത് ഞാൻ ഗൂഗിളിൽ കണ്ട ഇവർ യുണീക് പോളിസിയാണ്. ഒരു ഗൂഗിളിൽ മാത്രമാണോ അല്ലെങ്കിൽ ഇവരെ എല്ലാ സ്റ്റോറിലും ഈ ഒരു പോളിസി കീപ്പ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇവരെ പോളിസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ പോയിട്ട് ഒരു ക്യാപ്പച്ചിനോ ഓർഡർ ചെയ്ത് വിത്ത് വെനില എസൻസ് ആസ് ആൻ ആഡ് ഓൺ. സംഭവം ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തേക്കും 300 രൂപയായി. പക്ഷെ അതൊന്നും നമുക്ക് വിഷയമില്ല, നമുക്ക് ഇവരെ പോളിസി ടെസ്റ്റ് ചെയ്യലാണ് മുഖ്യം. അപ്പോൾ നമ്മൾ സ്റ്റാർബക്സ് ഓർഡർ ചെയ്ത ഒരു ക്യാപ്പച്ചിനോ വന്നിട്ടുണ്ട്. ഇനി ഇത് കുടിക്കാം. നല്ല വലിയ ഗ്ലാസ്സിലുള്ള സാധനം കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടാ. ഇതിപ്പോൾ ഇത് കുടിച്ചതിൻ്റെ എങ്ങനെയാണ് ഇത് സാറ്റിസ്ഫൈ ഇല്ലാന്നിട്ട് അവരോട് ഒന്നും കൂടെ ചോദിക്കാന്നുള്ള എനിക്കറിയാത്ത. ബട്ട് അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളത്.
പൊട്ടിച്ചിട്ട് കുടിക്കാം. പഞ്ചസാരയും പൊട്ടിച്ചിട്ട് ഞാൻ ആ ഒരു ക്യാപ്പുച്ചിനോ കുടിച്ച് ഞാൻ സ്റ്റാർബക്സിന് ഇന്നേ വരെ കുടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. എനിക്ക് മാത്രമല്ല പിള്ളേർക്ക് നല്ലപോലെ ഇഷ്ടമായി. ഇത്ര സൂപ്പർ സാധനം കുടിച്ച് ഇത് ടേസ്റ്റ് ഇല്ല പോരാ, ഇതൊന്ന് റീമേക്ക് ചെയ്ത് തരണം. ആ ബ്രോനോട് ഞാൻ എങ്ങനെ പറയുന്നു വിചാരിച്ച് ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് ചങ്ങായി തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചത്. ചേട്ടാ നമുക്ക് ലേശം സാറ്റിസ്ഫൈഡ് അല്ല, ഇത് റീമേക്ക് ചെയ്ത് തരാൻ പറ്റുമോ? പക്ഷെ എനിക്ക് ആരെയും വിഷമിപ്പിക്കണമെന്നില്ല ഗൈസ്. നമ്മൾ ഈ ഒരു പോളിസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കോഫി കുടിച്ചിട്ട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനൊന്നും അത് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു പോളിസിന്റെ അഡ്വാൻറ്റേജ് എടുത്തില്ല. അത് വേണ്ട കേട്ടോ, അത് നമ്മള് അങ്ങനെ പറഞ്ഞ വെച്ചാൽ നമ്മളെ സ്റ്റാർബക്സിൽ ഇങ്ങനെ ഒരു പോളിസി ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ വന്നേ, അത് ഉള്ളതല്ലേ, അത് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ റീമേക്ക് ചെയ്ത്. ഓക്കെ, പക്ഷേ സാധനം അടിപൊളിയായിട്ടാ, റീമേക്ക് ചെയ്തത് അടിപൊളി, വെറുതെ തരാം, സോറി, താങ്ക് യു. നമ്മളെ വീഡിയോ അങ്ങനെ സക്സസ് ആയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ എങ്ങനെ ഇത് പോയിട്ട് ഇനി റീമേക്ക് ചെയ്ത് തരേണ്ടി വരും എന്ന് പറയാതെ നമ്മളിവിടുന്ന് പ്ലാനെല്ലാക്കി, എന്താ പറയുക, ഒരിക്കൽ വിഷമമുണ്ട്. പക്ഷേ ചങ്ങായി ഇങ്ങോട്ട് വന്ന് ചോദിച്ച് നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ പോയാൽ വരെ ചിലപ്പം ടേസ്റ്റിലൊന്ന് മാറ്റിത്തരുമെന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്തെല്ലാം ഓരോ വീട് എഴുതി തരുമെന്ന് ചോദിച്ച അവസ്ഥയായിരിക്കും. പക്ഷേ നല്ല സംഭവം, സ്റ്റാർബക്സ് ബിഗ് അപ്സ് ടു യു, നിങ്ങളെ മറ്റെന്താ സർവീസ് എല്ലാം അടിപൊളി. ചെസ്. നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത 3 ബ്രാൻഡ്സിന്റെയും യുണീക്ക് പോളിസീസ് ട്രൂ തന്നെയാണ്. ഇനി നമുക്കറിയേണ്ടത് ഫെറാറിന്റെ യുണീക്ക് പോളിസി ട്രൂ ആണോ എന്നാണ്. ആൻഡ് ഫോർ ദ ഫൈനൽ പാർട്ട് നമ്മൾ ഫെറാറിന്റെ ഷോറൂമിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവർക്കൊരു പോളിസി ഉണ്ട്, ബി കൈൻഡ് ടു എവ്രി വൺ. ആരെന്ത് അപ്പിയറൻസിൽ വന്നാലും അവരെ ഒന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ്ട് ഒരേപോലെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടതാണ്. ഇത് വെറും ഓൺലൈനിൽ മാത്രമാണോ അല്ലെങ്കിൽ അവർ ഈ ഒരു സ്റ്റോറിൽ ആ ഒരു പോളിസി കീപ്പ് ചെയ്യുന്നുണ്ടോ, അതാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സാധാരണ ഈ ഒരു ലുക്ക് പോയാൽ തന്നെ നമ്മളെ കയറ്റാണ്ടിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു ലുക്കിലായിരിക്കില്ല അത് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ലുക്കിലാണ്. ഐ നോ ഗൈസ്, നമ്മൾ പിച്ചക്കാരൻ മേക്കപ്പ് ലേശം ഒന്ന് കുറഞ്ഞു പോയി. നാച്ചുറലി ആ ഒരു പിച്ചക്കാരൻ ലുക്കുകളുണ്ട്, ആർട്ടിഫിഷ്യലി ഓവർ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ മിനിമൽ പിച്ചക്കാരൻ ലുക്ക് കുടിച്ചത്. ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാകുന്നുണ്ട്. നമ്മൾ BMW ഷോറൂമിൽ പോയ പിള്ളേരെ കാട്ടി ഭയങ്കര പേടിയാണ് എനിക്ക് ഇടുന്നേ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഫെറാറിന്റെ ഷോറൂം കാണാം, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. കാറൊന്നും കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ ഉള്ളിൽ കയറ്റാണെങ്കിൽ അത് കാണാം. ചവിട്ടി പുറത്താക്കിയെങ്കിൽ എനിക്കറിയില്ല പോലെ അല്ലെ. ഉള്ളിൽ എനിക്ക് നല്ല പേടിയുണ്ടെങ്കിലും ഫെറാറി അവരെ പോളിസി കീപ്പ് ചെയ്യുന്ന എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഹോപ്പും വെച്ച് ഉള്ളിൽ കയറി ഫെറാറിന്റെ 2 വണ്ടിയും കാണാന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു കോലത്തിൽ ഷോറൂമിലേക്ക് നടന്നത്. ഓപ്പൺ English? Yeah, you don't allowed inside. Why? Yeah, because you can take an appointment. Oh, we have to take an appointment first. How should we take the appointment? By calling here? Okay. Because the car is not there. Cars are not there. Not above also. Okay. Thank you. Guys, Umbi. നമ്മളെ കേറ്റൂലെന്നൊരു പറഞ്ഞേ. നമ്മൾ കഷ്ടപ്പെട്ട് ലുക്കെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വന്നേ. പക്ഷേ ഒരു പറഞ്ഞ് നമ്മൾ അപ്പോയിൻമെന്റിൽ എടുത്തിട്ട് വരണം. എനിക്ക് തോന്നുന്ന അപ്പോയിൻമെന്റിന്റെ ഒന്നുമല്ല, നമ്മളെ ഈ ഒരു കൊലത്തിലായിരിക്കും. എന്തായാലും ചവിട്ടി പുറത്താക്കിയിട്ടില്ല, മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഒരു പോളിസി എനിക്ക് തോന്നുന്നില്ല ഇവരിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് അത് ഒരു വെറുതെ എഴുത്തിൽ മാത്രമാണ് ഗൈസ്. ലെറ്റ്സ് ഗോ.